വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഴാറ്റുമുഖം റോഡിലേക്കുള്ള വഴിയിലാണ്. ആക്ച്വലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തോന്നലാണ് ഒരു വ്ളോഗ് എടുക്കാം അതിരപ്പള്ളി റൂട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നോക്കിയേ കണ്ടില്ലേ, നോക്കി എന്ത് രസമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് ആദ്യത്തെ ഇൻട്രോ ഇവിടെ തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ വീണ്ടും ഒന്നേന്ന് വ്ളോഗ് ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലേക്ക് വന്നിരിക്കുക. ട്രാവൽ വ്ളോഗ് ഭയങ്കര രസമുണ്ട്. എപ്പോഴും ഈ പറയണ മാതിരി നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര 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 രസമാണ്. ഇനിയും പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്ന സമയത്ത് നമ്മളെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ അതിരപ്പള്ളി റൂട്ടിലേക്കുള്ള വഴിയിലുള്ള വെള്ളച്ചാട്ടം ഈ ഭയങ്കരമായിട്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഞാനും നിൽക്കുന്ന സ്ഥലവും ഒക്കെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ട്രാവൽ ചെയ്യുക. ഈ ഏരിയയിലേക്ക് വരുമ്പം അധികം ആരും വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും പോവരുത്, കാരണം ഭയങ്കര കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നേരെ പോകുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് പോവാം. ചുറ്റുമുഖത്തുള്ളൊരു നമ്മുടെ ഒരു പാർക്കൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എപ്പോഴും സ്ഥിരം വന്ന് പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. പകരം നമ്മൾ അതിരപ്പള്ളി റൂട്ടിലേക്ക് ഇങ്ങനെ വെച്ച് പിടിച്ച് വരുന്ന സമയത്ത് നല്ലൊരു ഏരിയ കണ്ടപ്പോൾ ഒരു റീല് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, നോക്കൂ ഗൈസ്, ഇവിടെ നിറച്ച ആനകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലായി. കാരണം നിറച്ചതേ കണ്ടില്ല, നോക്കിയേ, ആന വന്നു പോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ച് ബാക്കിലായിട്ടും ഉണ്ട്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ഇതിലേ വരേണ്ടതാണ്. നമ്മളായിട്ട് എന്തെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, മീ ഉൾപ്പെടെ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അധികം ഒരു 2-3 ദിവസമൊക്കെ ആയെന്ന് തോന്നുന്നു വന്ന് പോയിട്ട്. ഭയങ്കരമായിട്ട് ഇനി ആനനെ എന്തായാലും നമ്മുടെ നാട്ടാനനെ കൊണ്ടൊന്ന് കെട്ടിയതൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായി കേട്ടോ. കാരണം കാട്ടാന തന്നെയാണ് ഇതിലെ പാസ് ചെയ്ത് പോയിരിക്കുന്നത്. ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് ആനകൾ പോകുന്നതും വരുന്നതും ഒക്കെ നമ്മൾ കുറേ ഇൻസ്റ്റാ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും എനിക്ക് ആനേനെ നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു തവണ ഊട്ടി പോയ സമയത്താണ് റോഡിൽ വെച്ചിട്ട് ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നത്, രാത്രി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത്. അതിന് ശേഷം പിന്നെ ഞാൻ കാട്ടാനൊന്നും കണ്ടിട്ടില്ല. ആന എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന ഒരാളൊക്കെ ആണെങ്കിലും നമ്മുടെ കാട്ടാനയെ കുറിച്ച് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നാട്ടാന മാതിരി അല്ലല്ലോ കാട്ടാന. വന്ന് വല്ലതും ചെയ്തു പോയി കഴിഞ്ഞാൽ ഗോവിന്ദ സ്വാഹ എന്നായി പോവും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പോകെ ഇങ്ങനെ ഓരോന്ന് കാണാം. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി റൂട്ടിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണപ്പനയാണ് കേട്ടോ. എണ്ണപ്പന ഒരുപാടുള്ള ഒരു സ്ഥലമാണ് അതിരപ്പള്ളി എന്ന് പറയുന്നത്. എണ്ണപ്പനകളുടെയൊക്കെ സൈഡിലായിട്ട് ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ആ വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെങ്ങാനും വീണ് ചാവോ, ആ വ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കമോൺ. അതിരപ്പള്ളി കൂടെ പാസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ വ്യൂ അറിയാമെന്നാ എനിക്കറിയാം. എങ്കിലും നമ്മുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, നമ്മുടെ ഒരു കാര്യമാണ്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ആയിത്തീർന്നത് തന്നെ. കാരണം ട്രാവലിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യണത് എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും. അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരാറുണ്ട്, എല്ലാവരും ട്രാവൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഏരിയയിൽ വരാതെ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാൽ ധനുഷ്കോടി ആ റൂട്ട്, അല്ലെങ്കിൽ തമിഴ്നാട് സൈഡിൽ അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. തൊട്ടടുത്ത് കിടക്കുന്ന അതിരപ്പള്ളി, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് തന്നെയാണ് ഇങ്ങോട്ട് വരാനും കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്ന പോലീസ്. അങ്ങനെ ഒരു പോലീസ് ജീപ്പ് പോയി. പെട്ടെന്ന് ഞങ്ങളുടെ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് പേടിച്ചു. വേറെ ഒന്നും അല്ല, ഇവിടെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഫോറസ്റ്റ് ഏരിയയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു വിഷയം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അവരുടെ വഴിക്ക് പോയി. നമ്മളൊന്നും മൈൻഡ് ചെയ്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ കണ്ടില്ലേ, നോക്കിയേ എന്ത് രസമായിട്ടാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കണം. നമ്മുടെ അതിരപ്പള്ളിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞാനൊരു തെലുങ്ക് പടത്തിന് വേണ്ടി ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതൊരു വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല. കുറച്ച് വളരെ പരിമിതിയായിട്ടുള്ള വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മഴക്കാലത്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടി ശരിക്കും നമുക്ക് മനസ്സിലാവുക ഗൈസ്. കമോൺ, പോടുന്നു.
പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് സാധാരണ ഒരു ഫ്ലാസ്കിൽ നമ്മൾ ചായ കൊണ്ടുവരുന്നത് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കുടിക്കുക എന്ന് പറയുന്നത് അതൊരു വളരെ 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 സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ വ്യൂസിന് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാം ഞാനൊരു ചായപ്രാന്തിയാണെന്നുള്ളത്. ചായ കുടിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനൊന്ന് അതുകൊണ്ട് ഫ്ലാസ്കിൽ ചായ ഒന്നും എടുത്തില്ല കേട്ടോ ഗൈസ്. എന്നാലും നമ്മൾ പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ ചായ വാങ്ങിച്ചു തരാൻ നമ്മുടെ സൽച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. വാങ്ങിച്ചു തരില്ലേ? വാങ്ങിച്ചു തരും. ആള് മിണ്ടൂല, ക്യാമറയുടെ ബാക്കിലേ നിൽക്കുള്ളൂ, മിണ്ടൂല. പ്രൊഫഷണൽ ക്യാമറാമാൻ മിണ്ടൂല, കുട്ടി മിണ്ടൂല കുട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബ്രിഡ്ജും ആ മലയൊക്കെ കൂടെ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്ന ഒരു ഓർമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇടുക്കിയിൽ ബേബി ആൻറ്റീനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നൈറ്റാണ് നമ്മൾ ട്രാവൽ ചെയ്ത് വരുന്നത്. അപ്പം ഇതേപോലെയുള്ള ഒരു ലൊക്കേഷൻ അവിടെ ഉണ്ട്. നമ്മുടെ ഇടുക്കിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ബ്രിഡ്ജ്, അതിൻ്റെ സൈഡിലായിട്ട് നിറച്ച് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്നിട്ട് ആ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ വരെ വന്നിട്ട് തിരിച്ച് റിട്ടേൺ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ സ്റ്റോമാണ്. നമ്മുടെ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭയങ്കരത. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുമ്പ് ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അലി സാറിൻ്റെ ഒക്കെ വർക്കിന് വേണ്ടിയിട്ട് വന്ന സമയത്ത് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. അത് കുറേ വർഷം മുമ്പാണ്, എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം 5 വർഷം മുന്നേ ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കാടിൻ്റെ നടുക്ക് കൂടെ ഓടണമായിരുന്നു. ഞാനാണെങ്കിൽ ഹൈ ഹീൽസ് ആയിട്ടിട്ടുണ്ടായിരുന്നത്. ഓടിയിട്ട് നമ്മുടെ വില്ലന്മാർ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമായിരുന്നു, ആ സീനായിരുന്നു. പക്ഷേ റിയലായിട്ട് നമ്മൾ വീണു, ശരിക്കും മുട്ടൊക്കെ പൊട്ടി ഭയങ്കര സീനായിരുന്നു. പക്ഷെ ആ ഷോട്ട് എനിക്ക് സിനിമയിൽ കാണുന്ന സമയത്ത് ഭയങ്കര, കാരണം റിയലായിട്ട് വീണതാണല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു എക്സ്പ്രഷനാണല്ലോ നമുക്ക് വരും, അഭിനയമല്ലല്ലോ, അത് റിയൽ ആണല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഈ തെലുങ്ക് മൂവിയുടെ ഷൂട്ടിങ്ങും അതിലുണ്ടായ കുറേ കാര്യങ്ങളും എല്ലാം ഒക്കെ ആയിട്ട്.